നമസ്കാരം. നിങ്ങളുടെ വീട്ടിൽ വയസ്സായ ആളുകളുണ്ടോ? അച്ഛൻ, അമ്മ, അച്ചച്ചൻ, അമ്മമ്മ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ റിട്ടയർ ചെയ്തവരാണെങ്കിലും ശരി, ഇനി അതല്ല കുറച്ച് മാസങ്ങൾക്കുള്ളിൽ റിട്ടയർ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ശരി, സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. 60, 70, 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇൻകം ടാക്സിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു. ഈ വർഷം, അതായത് 2026 ന്യൂ ഇൻകം ടാക്സ് റൂൾ വന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ സീനിയർ സിറ്റിസൺ ഇൻകം ടാക്സ് റൂൾസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. സോ ഇതെല്ലാം എന്തൊക്കെ മാറ്റങ്ങൾ, ആർക്കൊക്കെയാണ് ഇത് ബാധകം? സീനിയർ സിറ്റിസൺ എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട്? സൂപ്പർ സീനിയർ സിറ്റിസണിന് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട്? സോ ഈ മാറ്റങ്ങളെല്ലാം വന്നതിന് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? നിങ്ങൾ ഇതിനു വേണ്ടി എങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടില്ലേ, പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ഓരോ കോണ്ടന്റ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത് ഓരോ ദിവസവും. അപ്പം നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. 2026 കഴിഞ്ഞിപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇതിനുള്ളിൽ തന്നെ നമുക്കൊരു ന്യൂ ഇൻകം ടാക്സ് റൂളിൽ ഏപ്രിലിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനെല്ലാം നടുവിൽ സീനിയർ സിറ്റിസന്റെ ടാക്സ് റൂൾസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് റൂൾസ് വന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നാൽ ഇപ്പോൾ ജൂലൈ തൊട്ട് സീനിയർ സിറ്റിസൺ ഇൻകം ടാക്സ് റൂൾസിൽ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ആവാൻ പോവുകയാണ്. ആ റൂൾസ് എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുൻപ് ഞാൻ എന്താണ് സീനിയർ സിറ്റിസൺ, എന്തൊക്കെ കാറ്റഗറിയാണ് ഈ ഒരു സീനിയർ സിറ്റിസൺ അണ്ടറിൽ വരുന്നതെന്ന് പറഞ്ഞുതരാം. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാറ്റഗറി ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വയസ്സിന് മുകളിലുള്ളവർ, അതായത് 79 വയസ്സ് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു ഏജ് കാറ്റഗറിയാണ് നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. എന്നാൽ 60 വയസ്സ് മുതൽ 79 വയസ്സുള്ളവരെ നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയും. സീനിയർ സിറ്റിസണിനെ എന്താണ് ഇങ്ങനെ രണ്ട് കാറ്റഗറി ആക്കിയത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്പർ 1, സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 60 വയസ്സും 79 വയസ്സിന് ഇടയിലുള്ളവർക്ക് ഒരു ടാക്സ് റൂൾസ്, അതായത് അവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേറെയാണ്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റും വേറെയാണ്. അതിനോടൊപ്പം തന്നെ മറ്റേ കാറ്റഗറി, അതായത് സൂപ്പർ സീനിയർ സിറ്റിസൺ, 79 വയസ്സിന് മുകളിലുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കിട്ടുന്ന ടാക്സ് റൂൾസും അതുപോലെ ബെനിഫിറ്റ്സും ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. സോ ആദ്യം ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം അറിയണം. കാരണം നമ്മൾ ഓരോന്നോരോന്നായി നോക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. മുൻപ് എന്തായിരുന്നു റൂള്, അതിൽ ഇപ്പോൾ എന്ത് ചേഞ്ച് ആണ് വന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ഇതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. എല്ലാ ബെനിഫിറ്റ്സും അതുപോലെ ടാക്സ് റൂൾസ് ഒക്കെ നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളൊരു NRI ആണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കില്ല. നമുക്കപ്പോൾ ആദ്യം ടാക്സ് റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു റൂള് വരുന്നതിന് മുൻപ് സീനിയർ സിറ്റിസണ് അവർക്ക് കിട്ടുന്ന വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്, അതായത് 3 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് അവരുടെ ഒരു വരുമാനം വരുന്നതെങ്കിൽ അവർ യാതൊരു വിധത്തിലുള്ള ടാക്സും കൊടുക്കേണ്ടതില്ല. അവർക്ക് ആ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഇനി പഴയ സിസ്റ്റത്തിൽ തന്നെ സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, അതായത് 79 വയസ്സ് മുകളിൽ 80 വയസ്സിന് ശേഷം അങ്ങോട്ടുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ, ആ 5 ലക്ഷം രൂപ വരുമാനം ലഭിക്കുകയാണെങ്കിൽ അതിന് അവർ യാതൊരുവിധ ടാക്സും കൊടുക്കേണ്ടതില്ല. എന്നാൽ പുതിയ ഇൻകം ടാക്സ് റൂൾ പ്രകാരം സീനിയർ സിറ്റിസണിന് 3 ലക്ഷം എന്നുള്ളത് 4 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. സോ 4 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ടാക്സും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമേ സീനിയർ സിറ്റിസൺ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഇനി പുതിയ സിസ്റ്റം പ്രകാരം സൂപ്പർ സീനിയർ സിറ്റിസൺ എടുക്കുകയാണെങ്കിൽ അവർക്ക് 5 ലക്ഷം എന്നുള്ളത് 4 ലക്ഷമായിട്ട് കുറഞ്ഞു. അതായത് ഇനി തൊട്ട് സൂപ്പർ സീനിയർ സിറ്റിസണിന് 4 ലക്ഷം രൂപ മാത്രമേ ഇൻകം ആയിട്ട് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. 4 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അവർ ഇൻകം ടാക്സ് കൊടുക്കണം ആ ഒരു ഇൻകത്തിന്. അതെ, പുതിയ റൂള് പ്രകാരം നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, നോൺ സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, സൂപ്പർ സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ റൂളാണ്. 4 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇൻകം പോകുന്നതെങ്കിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യണം. 4 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നോ ടാക്സ്.
ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റിസണിനെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം എന്നുള്ളത് 4 ലക്ഷമായിട്ട് കുറഞ്ഞു. സോ അവർ കൂടുതൽ വരുമാനം ഏൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ബാക്കി വരുന്ന എമൗണ്ടിന് ഇവർ ടാക്സ് കൊടുക്കണം. ഈ ഒരു ചേഞ്ച് ആണ് നമ്മൾ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യും അല്ലെ. അപ്പം അതിന്റെ ഒരു സ്ലാബ് നമ്മൾ സീനിയർ സിറ്റിസൺ നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. എത്ര ഇൻകം ലഭിച്ചാലാണ് ഒരു സീനിയർ സിറ്റിസൺ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ അവർ ടാക്സബിൾ ആകുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. സീനിയർ സിറ്റിസന്റെ ഈ ഒരു റൂൾ പ്രകാരം നമ്മൾ പറഞ്ഞ ആ ഒരു സ്ലാബ് എന്ന് പറയുന്നത് 4 ലക്ഷമായിരുന്നു. 4 ലക്ഷത്തിന് താഴെയാണ് ഇൻകം വരുന്നത് എങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്നാൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ഇൻകം 4 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിലും ചില സമയത്ത് നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അത് എപ്പോഴൊക്കെയാണെന്ന് നോക്കിയാലോ. അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ് റൂൾ 2026 പ്രകാരം നിങ്ങളൊരു അക്കൗണ്ട്, അതായത് ഒരു സേവിങ്സ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുകയും ആ സേവിങ്സ് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. അതുപോലെ നിങ്ങൾക്കൊരു കറന്റ് അക്കൗണ്ട് ഉണ്ട്, ആ കറന്റ് അക്കൗണ്ടിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ITR ഫയൽ ചെയ്യണം. നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ 60 ലക്ഷത്തിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ITR ഫയൽ ചെയ്യണം. നിങ്ങളൊരു ഫോറിൻ ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിച്ചു എങ്കിൽ അവിടെ നിങ്ങൾ 2 ലക്ഷം രൂപ ചെലവാക്കിയെങ്കിൽ അപ്പോഴും നിങ്ങൾ ITR ഫയൽ ചെയ്യണം. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങളവിടെ ITR ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് പുറത്തെ നാടുകളിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓൺ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ അസറ്റ് ഉണ്ടെങ്കിൽ ആ സമയത്തും നിങ്ങൾ ITR ഫയൽ ചെയ്യണം. നിങ്ങൾക്ക് വരുന്ന വരവ് അല്ലെങ്കിൽ ഇൻകം 4 ലക്ഷത്തിന് താഴെയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് മറ്റെല്ലാ സ്വത്തുക്കളും, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന എല്ലാ തരത്തിലുള്ള ലക്ഷറികളും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ആ ഒരു എക്സ്പെൻഡിച്ചർ കണക്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂളിലേക്ക് കടക്കാം. ഈ റൂള് 75 വയസ്സിന് മുകളിലുള്ളവർക്കുള്ളതാണ്. ഈ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നിങ്ങളുടെ പെൻഷനും അതുപോലെ എന്തെങ്കിലും FDയുടെ ബാങ്ക് ഇൻട്രസ്റ്റും വരുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, അത് ഓൾറെഡി TDS കട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ടതില്ല. അതായത് നിങ്ങൾ കൊടുക്കേണ്ട ടാക്സ് ഓൾറെഡി കട്ട് ചെയ്ത് TDS എന്ന രൂപത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പൈസയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത്. സോ ശ്രദ്ധിക്കുക, ഇത് 75 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതായത് ഈ ഒരു റൂളിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങളുടെ വയസ്സ് 75 വയസ്സിന് മുകളിലാണ്, പക്ഷേ നിങ്ങൾക്ക് മറ്റ് റെന്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു ഇൻകം വരികയാണെങ്കിൽ ഈ ഒരു റൂൾ അവിടെ ആപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് ആകെ ബാങ്ക് ഇൻട്രസ്റ്റും അതുപോലെ പെൻഷനും മാത്രം വരികയാണെങ്കിലാണ് ഈ ഒരു റൂൾ ആപ്ലിക്കബിൾ ആവുന്നത്. അതല്ലാതെ പുറത്തു നിന്ന് മറ്റെന്ത് സ്വത്തുക്കളിൽ നിന്ന് വരുന്ന ഇൻകം ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ആപ്ലിക്കബിൾ ആവില്ല. ഇതിൽ നിങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റും വരുന്നുണ്ട്. നിങ്ങൾക്ക് 70 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ലഭിക്കും. അത് ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും. കൂടാതെ എല്ലാ മേജർ ട്രീറ്റ്മെന്റ്സും ഇത് കവർ ചെയ്യും. ക്യാഷ്ലെസ് ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്കൊരു അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ഫോം 121. ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസുകളിലാണെങ്കിലും എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഫോം 21. ഫോം 21 എന്ന് പറയുന്ന ആ ഒരു പുതിയ ഫോം എന്തിന്റെ റീപ്ലേസ് ചെയ്ത് വന്നതാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മുൻപ് അതായത് പഴയ സിസ്റ്റത്തിൽ നമുക്കൊരു ഫോം 15G ആൻഡ് ഫോം 15H ഉണ്ടായിരുന്നു. സോ ഈ 2 ഫോംസിനെയും റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ പുതിയ നമ്മുടെ റൂൾ, ഇൻകം ടാക്സ് റൂളിൽ വന്ന പുതിയ ഫോമാണ് 121 എന്ന് പറയുന്നത്. ഫോം 15G 15H എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, ഈ 2 ഫോംസിനെയും റീപ്ലേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫോം 121 വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് TDS പിടിക്കും. ഓക്കെ, അപ്പോൾ ഈ TDSന് സ്ലാബ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ TDSന് ഒരു സ്ലാബ് ഉണ്ട്. ഇത്ര എമൗണ്ടിന് മുകളിലേക്ക് പോയാൽ TDS കട്ടാവും, ഇത്ര എമൗണ്ടിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ FD ലിമിറ്റ്സ് എല്ലാം വരുന്നുണ്ട്. TDS എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പണത്തിന് മുകളിൽ നിന്ന് ബാങ്ക് ഒരു TDS പിടിക്കും. അതായത് ആ TDS എമൗണ്ട് പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഈ TDS പിടിച്ച പൈസ നമുക്കിനി തിരിച്ച് കിട്ടില്ലല്ലോ, അത് നമ്മുടെ നഷ്ടമാണെന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് തെറ്റി. കാരണം ഈ പണം നിങ്ങൾക്ക് തിരികെ ക്ലെയിം ചെയ്ത് എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫോം 15G ആൻഡ് 15H സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ TDS എമൗണ്ട് എത്രയാണോ നിങ്ങൾ പിടിച്ചത് അത് ക്ലെയിം ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കൊടുക്കേണ്ട ടാക്സ് എമൗണ്ട് ഉണ്ടാകുമല്ലോ. സോ ആ ടാക്സ് എമൗണ്ടും TDS ടാക്സ് എമൗണ്ടിൽ നിന്ന് അത് മൈനസ് ആയി പോയി ബാക്കിയുള്ള പൈസ മാത്രം നിങ്ങൾ ടാക്സ് ആയിട്ട് അടച്ചാൽ മതിയാകും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാണ് ഈ 2 ഫോം, ഫോം 15G ഫോം 15H എന്ന 2 ഫോംസ് എന്തിനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. ഫോം 15G എന്ന് പറയുന്നത് 60 വയസ്സിന് താഴെയുള്ളവർ നമ്മുടെ ഈ ഒരു TDS നമുക്ക്
നമുക്ക് ക്ലെയിം ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടി അവർ കൊടുക്കേണ്ട ഫോമാണത്. ആൻഡ് ഫോം 15H എന്ന് പറയുന്നത് എബൌട്ട് 60 ഇയേഴ്സ്, 60 വയസ്സിന് മുകളിലുള്ളവർ കൊടുക്കേണ്ട ഫോമാണ്. അപ്പോൾ ഈ ഫോം 121 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഫോംസിനെയും റീപ്ലേസ് ചെയ്ത് പുതുതായിട്ട് വന്നതാണ്. നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, നോൺ സീനിയർ സിറ്റിസൺ ആയിക്കോട്ടെ, നിങ്ങൾ 20 വയസ്സോ 60 വയസ്സോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കേണ്ട ഫോം എന്ന് പറയുന്നത് ഫോം 121 ആണ്. എല്ലാവരും ഒരേ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഏറ്റവും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവസാനത്തെ റൂളിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് പ്രോപ്പർട്ടി റൂൾ. സീനിയർ സിറ്റിസണിന് പ്രോപ്പർട്ടി റൂൾസിൽ ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസൺ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളൊരു ഓൺ ചെയ്യുന്ന ഒരു വീടുണ്ട്. ആ വീടിന്റെ ഒരു പകുതി നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം വരുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് നിങ്ങൾക്ക് ഒരു വീട് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട്, ആ വീട്ടിൽ നിന്ന് നിങ്ങളൊരു വാടകയ്ക്ക് കുറച്ച് ആളുകൾക്ക് കൊടുത്ത് അതിൽ നിന്നൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് ടാക്സ് ഫ്രീ ആയിരുന്നു. ആ ഒരൊറ്റ വീടിന് മാത്രം, ഒരൊറ്റ ഒരു പ്രോപ്പർട്ടി. മറ്റ് നിങ്ങൾക്കൊരു 5-10 പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ നിന്നൊക്കെ ഇൻകം വരികയാണെങ്കിൽ അതൊക്കെ ടാക്സബിൾ ആയിരുന്നു. എന്നാൽ പുതിയ സീനിയർ സിറ്റിസൺ ഇൻകം ടാക്സ് റൂള് പ്രകാരം ആ 1 എന്നുള്ള ആ ഒരു കണക്കിൽ നിന്ന് അത് 2 ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു 5 വീട്ടിൽ നിന്ന് ഇൻകം വരുന്നുണ്ടെങ്കിൽ അതിൽ 2 വീട്ടിലെ ഇൻകം, 2 വീട്ടിലെ ആ ഒരു റെന്റഡ് ഇൻകം കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. നിങ്ങളതിന് ടാക്സ് കൊടുക്കേണ്ട. ബാക്കിയുള്ള 3 വീടുകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു റെന്റ് ഇൻകത്തിന് മാത്രം നിങ്ങൾ ടാക്സ് പേ ചെയ്താൽ മതി. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു റെന്റഡ് ഇൻകം, നിങ്ങൾ റെന്റിന് കുറച്ച് ആളുകൾക്ക് റെന്റിന് കൊടുത്തിട്ട് അവിടെ നിന്നൊരു റെന്റഡ് ഇൻകം വരികയാണെങ്കിൽ അത് 50,000 രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ടാക്സും, അതായത് നോ TDS ഡിഡക്ഷൻ, അവിടെ യാതൊരു വിധത്തിലുള്ള TDSും നിങ്ങളുടെ ആ ഒരു ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ആവില്ല. നിങ്ങളൊരു 60 വയസ്സിന് മുകളിലുള്ളതാണ്, നിങ്ങൾ റിട്ടയർ ആയതാണ്, അല്ലെങ്കിൽ റിട്ടയർ ആയാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഇത്ര പ്രോപ്പർട്ടികളുണ്ട്, ഇത്ര ഇൻകം വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഇവിടെ പുതിയ കുറേ റൂൾസ് വന്നു. ആ റൂളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചത്. ഇനി ഇതിൻ്റെ ലിമിറ്റ് എത്രയാണ്, FD ലിമിറ്റ് എത്രയാണ് ഈ സീനിയർ സിറ്റിസൻ്റെ, അല്ലെങ്കിൽ എത്ര എമൗണ്ടിൻ്റെ ആ ഒരു സ്ലാബ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ആ റൂളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രം ഒന്ന് എടുത്ത് പറയുകയേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും സീനിയർ സിറ്റിസണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഇത് ഉപകാരമാവുകയാണെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് എൻക്വയറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ബോസ് വാലയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.